ഒരു സേഫ് ആയിട്ടുള്ള പ്ലേസിൽ ഫ്രീ ആയിട്ട് വിടുക. ഈ ഒരു പ്രായത്തിൽ ചെയ്യേണ്ട കാര്യമാണ് 4 മാസമായി കഴിഞ്ഞാൽ. അപ്പോൾ ഇതുപോലൊക്കെ കുട്ടിയെ ഒരു ഫ്രീ ആയിട്ടുള്ള സ്പേസിൽ വിട്ട് അവന് ചുറ്റും വേണ്ട ടോയ്സ് എല്ലാം ഇട്ട് കൊടുക്കുക. അപ്പോൾ അടുത്ത ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വരും, ഈ പ്രായത്തിന് പറ്റിയ ടോയ്സ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഈ പ്രായത്തിൽ ഏറ്റവും ബെസ്റ്റ് നമുക്ക് സെൻസറി ടോയ്സ് ആണ്. എന്ന് പറഞ്ഞാൽ അവൻ്റെ ഓരോ സെൻസിനെയും സഹായിക്കുന്ന, അല്ലെങ്കിൽ ബേബിയുടെ ഓരോ സെൻസിനെയും സഹായിക്കുന്ന തരത്തിലുള്ള ടോയ്സ് എന്ന് പറയുമ്പോൾ റെഡ് ബോൾസ് അവൻ്റെ കാഴ്ചയെ സ്റ്റിമുലേറ്റ് ചെയ്യും. അതുപോലെ ഞെക്കാൻ പറ്റുന്ന ടോയ്സ്, അതോടൊപ്പം ചെറിയ രീതിയിൽ ശബ്ദം ഉണ്ടാക്കുന്ന ടോയ്സ്, ചെറിയ രീതിയിൽ ലൈറ്റ് വരുന്ന ടോയ്സ്, ഇതെല്ലാം ആണ് ഈ പ്രായത്തിൽ വേണ്ട ടോയ്സ്. അപ്പോൾ ആ ഒരു ടോയ്സ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും ഷാർപ്പായിട്ടുള്ളതും തൊണ്ടയെ കുടുങ്ങാൻ പാകത്തിൽ ചെറുതായിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ പാർട്സ് പൊട്ടിപ്പോരാൻ സാധ്യതയുള്ള ടോയ്സ് ഒരിക്കലും വാങ്ങിച്ചു കൊടുക്കരുത്. അല്ലാണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ടൈപ്പ് ഓഫ് സെൻസറി ടോയ്സ് ആണ് ഇപ്പോൾ വേണ്ടത്. അപ്പോൾ ഈ ടോയ്സ് ഇതെല്ലാം വാങ്ങിച്ചു അവൻ്റെ സൈഡിൽ ഇട്ട് കൊടുക്കുക, അത് അവൻ്റെ കയ്യിൽ ഫ്രീ ആയിട്ട് കൊടുക്കുക, അത് വെച്ച് കളിക്കട്ടെ. പ്രധാനപ്പെട്ട കാര്യം, ഈ സമയത്ത് ടോയ്സ് അവർ വായിലോട്ട് കൊണ്ടുപോകും. അത് നിങ്ങൾ തടയേണ്ടതുണ്ടോ? ഇല്ല, തടയേണ്ടതില്ല എന്നാണ് CDC പറയുന്നത്. കാരണം അവർ സേഫ് ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ടോയ്സായി കൊടുക്കുക. അപ്പോൾ അത് അവർ മൗത്തിൽ വെച്ച് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒന്നാണ് എന്നാണ് അവർ പറയുന്നത്. ആ മൗത്തിൽ കൊണ്ടുപോകുന്നത് നിങ്ങൾ തടയേണ്ടതില്ല. അപ്പോൾ ആകെ ശ്രദ്ധിച്ചാൽ എന്താ മതി, എന്ത് ശ്രദ്ധിച്ചാൽ മതി, അത് ഷാർപ്പല്ല, പോയിസണസ് ഒന്നും അല്ല, അല്ലെങ്കിൽ കുഞ്ഞു പാർട്സ് പൊട്ടിപ്പോരാത്ത ടോയ്സ് ആണെന്നുള്ള ഉറപ്പ് വരുത്തിയാൽ മതി.